നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഹിന്ദു പുരാണങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. കൽക്കി അവതാരം. കൽക്കി എന്നാൽ ആരാണ്? എന്തിനാണ് അദ്ദേഹത്തിന്റെ വരവ്? ഹിന്ദു പുരാണങ്ങളിൽ കൽക്കിക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? നമുക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താം. കൽക്കി എന്നത് ഹിന്ദുമതത്തിലെ വിഷ്ണു ഭഗവാന്റെ 10ാമത്തെയും അവസാനത്തെയും അവതാരമാണ്. കലി എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് കൽക്കി എന്ന പേര് ഉത്ഭവിച്ചത്. കലി എന്നാൽ കലിയുഗം അല്ലെങ്കിൽ അധർമ്മത്തിന്റെയും അനീതിയുടെയും കാലഘട്ടം എന്നർത്ഥം. അതായത് കൽക്കി എന്നാൽ കലിയുഗത്തെ അവസാനിപ്പിക്കുന്നവൻ എന്നർത്ഥം. വിഷ്ണു പുരാണം, ഭാഗവത പുരാണം, കൽക്കി പുരാണം തുടങ്ങിയ വിവിധ ഹിന്ദു പുരാണങ്ങളിൽ കൽക്കി അവതാരത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ പുരാണങ്ങൾ പ്രകാരം കലിയുഗത്തിന്റെ അവസാനത്തിൽ ലോകം അധർമ്മത്തിലും അജ്ഞതയിലും മുങ്ങിയിരിക്കുമ്പോൾ കൽക്കി അവതരിക്കും. കൽക്കിയുടെ രൂപത്തെക്കുറിച്ച് പുരാണങ്ങൾ വിശദമായി വിവരിക്കുന്നുണ്ട്. വെള്ളക്കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്ന ഒരു യോദ്ധാവായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദേവദത്ത് എന്ന പേരുള്ള ഈ കുതിര അസാധാരണമായ വേഗതയും ശക്തിയും ഉള്ളതാണ്. കൽക്കിയുടെ കയ്യിൽ ഒരു ആളിക്കത്തുന്ന വാളുണ്ടാകും. ഇത് അധർമ്മത്തെ നശിപ്പിക്കാനുള്ള ആയുധമാണ്. കൽക്കി അവതാരത്തിന്റെ പ്രധാന ദൗത്യം എന്താണ്? പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് കലിയുഗത്തിന്റെ അവസാനത്തോടെ ലോകം വളരെ അധഃപതിച്ചിരിക്കും. മനുഷ്യർ ധർമ്മം മറന്ന് സ്വാർത്ഥതയിലും അഹങ്കാരത്തിലും മുഴുകിയിരിക്കും. അക്രമവും അനീതിയും വ്യാപകമാകും. ഈ സാഹചര്യത്തിലാണ് കൽക്കി അവതരിക്കുന്നത്. കൽക്കിയുടെ പ്രധാന ദൗത്യങ്ങൾ ഇവയാണ്: അധർമ്മത്തെ നശിപ്പിക്കുക. കൽക്കി തന്റെ വാൾ കൊണ്ട് അധർമ്മത്തെ നശിപ്പിക്കും. ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും നല്ലവരെ സംരക്ഷിക്കുകയും ചെയ്യും. ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക. അധർമ്മം നശിപ്പിച്ച ശേഷം കൽക്കി ലോകത്ത് വീണ്ടും ധർമ്മം സ്ഥാപിക്കും. സത്യം, അഹിംസ, ദയ തുടങ്ങിയ മൂല്യങ്ങൾ വീണ്ടും പ്രചരിപ്പിക്കും. സത്യയുഗത്തിന്റെ ആരംഭം കലിയുഗത്തെ അവസാനിപ്പിച്ച് കൽക്കി പുതിയ സത്യയുഗത്തിന് തുടക്കം കുറിക്കും. ഇത് സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും കാലഘട്ടമായിരിക്കും. ജ്ഞാനത്തിന്റെ പുനരുജ്ജീവനം. കലിയുഗത്തിൽ നഷ്ടപ്പെട്ട ജ്ഞാനം കൽക്കി വീണ്ടെടുക്കും. വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും അറിവ് വീണ്ടും പ്രചരിപ്പിക്കപ്പെടും. കൽക്കി അവതാരത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചില പുരാണങ്ങൾ പറയുന്നത് കലിയുഗം 4,32,000 വർഷം നീണ്ടുനിൽക്കുമെന്നാണ്. മറ്റു ചിലത് കൽക്കിയുടെ വരവ് അടുത്തുതന്നെ സംഭവിക്കുമെന്ന് പറയുന്നു. എന്നാൽ ഇതൊരു ആലങ്കാരിക പ്രയോഗമാണെന്നും യഥാർത്ഥത്തിൽ കൽക്കി ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ഉണർന്നുവരേണ്ട ധാർമ്മിക ബോധത്തെ സൂചിപ്പിക്കുന്നതാണെന്നും ചില ആധ്യാത്മിക ചിന്തകർ വ്യാഖ്യാനിക്കുന്നു. കൽക്കി അവതാരത്തെക്കുറിച്ചുള്ള വിശ്വാസം ഹിന്ദുമതത്തിൽ മാത്രമല്ല, മറ്റു ചില മതങ്ങളിലും കാണാം. ബുദ്ധമതത്തിലെ മൈത്രേയ ബുദ്ധൻ, ക്രിസ്ത്യാനിറ്റിയിലെ ക്രിസ്തുവിന്റെ 2ാം വരവ്, ഇസ്ലാമിലെ മഹ്ദി എന്നിവയെല്ലാം ഒരു തരത്തിൽ കൽക്കി അവതാരത്തിന് സമാനമായ സങ്കല്പങ്ങളാണ്. കൽക്കി അവതാരത്തെക്കുറിച്ചുള്ള വിശ്വാസം ഹിന്ദുക്കൾക്ക് പ്രതീക്ഷ നൽകുന്നു. ലോകത്ത് എത്ര തന്നെ അനീതിയും അധർമ്മവും വർദ്ധിച്ചാലും ഒരു ദിവസം അതെല്ലാം അവസാനിക്കുമെന്നും ധർമ്മം വീണ്ടും വിജയിക്കുമെന്നുമുള്ള പ്രതീക്ഷ. ഇത് ജനങ്ങളെ നന്മയിലും ധർമ്മത്തിലും ഉറച്ചുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നു.